ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ഫിസിക്സിൻ്റെ റിവിഷനാണ്. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാം നാളെയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇതൊരു റിവിഷൻ പോലെ എടുക്കുക. ഒട്ടും പഠിക്കാത്തവർക്കാണെങ്കിൽ കൂടിയും ഫുള്ള് പഠിച്ചവർക്കാണെങ്കിൽ കൂടിയും ഇത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സമഗ്രയുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ആ സൈറ്റിൽ ഗൂഗിളിൽ കയറി സമഗ്രയുടെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ആക്കി എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻസും ചില ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനും പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഒന്നും അറിയാത്തവർ പോലും ഇത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ജി ഈസ് ഹയസ്റ്റ് ഓൺ എർത്ത് ഡാഷ്. എവിടെയാണ് ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ? ഭൂമിയിൽ എവിടെയാണ് ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പോളാർ റീജിയനിലാണ് ഹയസ്റ്റ് വാല്യൂ ജിയുടെ. തിരിഞ്ഞു പോകരുത്. ഹയസ്റ്റ് വാല്യൂ പോളാർ റീജിയനിലും ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദി ഇക്വേറ്ററുമാണ്. ഇവിടെ അത് തമ്മിൽ എല്ലാവർക്കും തിരിഞ്ഞു പോകും. ഇക്വേറ്റർ ഏറ്റവും കുറവ് 0 പക്ഷേ പോളിലാണ് അല്ലെ പോളാർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ജിയുടെ വാല്യൂ അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ക്യാൻ വി സേ ദാറ്റ് വർക്ക് ഈസ് ഡൺ ബൈ എ ഫോഴ്സ്? എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫോഴ്സ് നമ്മൾ ചെയ്തപ്പം അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് എപ്പോൾ പറയാൻ പറ്റും? അപ്പോൾ വർക്ക് ആൻഡ് എനർജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അത് കാണുക. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇവിടെ തന്നേക്കുന്ന ഓപ്ഷനിൽ കറക്റ്റായിട്ടുള്ളത് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനാണ്. വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. നമ്മളൊരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കണം? ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം? നമ്മൾ ഏത് ദിശയിലാണോ ഫോഴ്സ് കൊടുത്തത് ആ ഒരു ഡയറക്ഷനിൽ തന്നെ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അവിടെ വർക്ക് നടന്നു എന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരു ഡെസ്ക് നീക്കി. അപ്പം ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇപ്പോൾ വടക്കോട്ടൊരു ഡയറക്ഷനിലോട്ടാണ് കൊടുത്തതെന്ന് വെച്ചോ. അപ്പോൾ അതെന്ത് കൊടുക്കും? ഞാൻ കൊടുത്ത അതേ ഡയറക്ഷനിൽ ആ ബെഞ്ച് നീങ്ങി, വടക്കോട്ട് തന്നെ നീങ്ങി. അപ്പോൾ എന്താണ്? അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ്, ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സാധനം നീക്കുന്നു. അപ്പം ഏത് ഡയറക്ഷനിലാണോ നമ്മൾ തള്ളുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്, അതേ ഡയറക്ഷനിൽ അത് നീങ്ങുന്നുണ്ട്, അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അവിടെ വർക്ക് നടന്നു നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതാണ് രണ്ടിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 10 Newton weight is hung on a spring balance and the weight is lowered into the water. Now the reading showing the balance would be dash. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ 10 ന്യൂട്ടൺ വെയിറ്റ് ഉള്ളൊരു സാധനം സ്പ്രിംഗ് ബാലൻസ് നമ്മൾ തൂക്കിയിട്ടെന്ന് വെച്ചോ, ഹാങ് ചെയ്തെന്ന് വെച്ചോ. അത് എവിടെയാണ്? വെള്ളത്തിലാണ്. അപ്പോൾ എന്താണ് അവിടെ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന വാല്യൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കണ്ടെത്താൻ സിമ്പിളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ 10 ന്യൂട്ടൺ വെയിറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു 10 ന്യൂട്ടണിനെക്കാട്ടി കുറവായിരിക്കും ആ സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ 10 ന്യൂട്ടണിനെക്കാട്ടി കുറവ് ഏതാണ്? 6 ന്യൂട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും അവിടുത്തെ റൈറ്റ് ആൻസർ. അല്ല, ഇവിടെ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. തന്നേക്കുന്ന വാല്യൂവിനെക്കാട്ടി കുറവ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി cannot do any work if the force experienced by the object are dash എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വസ്തുവിൽ ഫോഴ്സ് കൊടുത്തു, അപ്പോൾ അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റണം എന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ കൊടുത്ത ഫോഴ്സിനൊരു പ്രത്യേകത കാണും. അതുകൊണ്ടായിരിക്കും നമുക്ക് അവിടെ വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റാത്തത്. അപ്പോൾ എങ്ങനത്തെ ഫോഴ്സ് കൊടുത്താലാണ് അവിടെ വർക്ക് നടക്കാത്തത്? ഞാനിപ്പം നമ്മൾ വടംവലി ചെയ്യത്തില്ലേ, ആ ഒരു മത്സരത്തിൽ, വടംവലി മത്സരത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല നിൽക്കുന്ന ഒരവസ്ഥയില്ലേ. കാരണം എന്ന് വെച്ചാൽ ബാലൻസ് ആയിരിക്കും. അവിടുന്ന് കൊടുക്കുന്ന ബലവും ഇവിടുന്ന് കൊടുക്കുന്ന ബലവും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു സൈഡിലോട്ടും എന്തോ എടുക്കത്തില്ല, അവിടെ സൈഡിലോട്ടും നീങ്ങാൻ പറ്റത്തില്ല. അപ്പം അവിടെ ആരും ജയിക്കാതെ ഇങ്ങനെ ബാലൻസായി നിൽക്കുന്നൊരു ടൈം വരത്തില്ലേ. അപ്പം അതാണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ആ വസ്തുവിൽ ഇങ്ങോട്ട് തരുന്ന ഫോഴ്സിനും തുല്യമായിരിക്കും.
അപ്പോൾ എന്താണ് അവിടെ വർക്ക് നടക്കത്തില്ല. ഫോഴ്സ് കൊടുത്തെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫോഴ്സ് കൊടുത്തെന്ന് പറഞ്ഞ് വർക്ക് നടക്കണം എന്നില്ല. നേരത്തെ ക്വസ്റ്റ്യന്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഒബ്ജക്റ്റിന് അവിടെ വർക്ക് നടന്നു നമുക്ക് പറയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ ഏത് ദിശയിലാണോ അതേ ദിശയിൽ ആ വസ്തുവിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കവിടെ വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൊടുത്തത് ബാലൻസ് ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടും വർക്ക് നടന്നു നമുക്ക് പറയാൻ പറ്റാത്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ ബോഡി ഡിസ്ക്രൈബ്സ് യൂണിഫോം സർക്കുലർ മോഷൻ ദ ഡാഷ് ഓഫ് ദി ബോഡി ഈസ് ആൾവേസ് ചേഞ്ചിങ്. നമുക്ക് പറയാം ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിലാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഡാഷിന് വെച്ചേക്കുന്ന ഒരു ഡയറക്ഷനാണ് ആൻസറായിട്ട് വരുന്നത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിലായിരിക്കുമ്പം അതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തെടുക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. യൂണിഫോം സർക്കുലർ മോഷനിലാവുന്ന ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ ഓൾവേസ് ചേഞ്ചിങ്. അതാണ് നമ്മളിവിടുന്ന് പഠിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 5 ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഒട്ടും ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഒരു ചാപ്റ്റർ പോലും കൃത്യമായിട്ട് അറിയാത്തവർ ലാസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യണം, എന്തെങ്കിലും ജയിക്കണം എന്നുള്ള ചിന്തയിലൊക്കെ വന്ന് കാണുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത് മനസ്സിലാക്കി പോവുക, തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു 5 ക്വസ്റ്റ്യനിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സം മീഡിയംസ് ആർ ടാബ്ലേറ്റഡ്. താഴെ കുറച്ച് മീഡിയവും അതിൻ്റെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ വരുന്ന ചാപ്റ്റർ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ. അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓൺ എക്സാമിന് കഴിഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് വിടാൻ പറ്റത്തില്ല. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്ന് വരാനായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മീഡിയവും വെച്ചിട്ട് താഴെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ ഫാസ്റ്റർ? ഏത് മീഡിയത്തിലൂടെയാണ് ലൈറ്റ് ഏറ്റവും വേഗത്തിൽ പോകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് മീഡിയത്തിലൂടെ ആയിരിക്കും? ഓക്കെ, അതറിയണമെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലൈറ്റിൻ്റെ സ്പീഡും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം നമുക്കറിയണം. ഇവിടെ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ കൂടി ഇപ്പം തന്നെ മനസ്സിലാക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ആ മീഡിയത്തിലൂടെ ആയിരിക്കും ലൈറ്റ് ഏറ്റവും ഫാസ്റ്റിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള മീഡിയത്തിലൂടെ ആയിരിക്കും ലൈറ്റ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ തന്നേക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നതിൽ ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതാ? 1.33 ഉള്ള വാട്ടറിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം ഇവിടെ തന്നേക്കുന്നതിൽ ലൈറ്റ് വാട്ടറിലൂടെയാണ് സ്പീഡിൽ പോകുന്നത്. ഇൻ വിച്ച് മീഡിയം ഡസ് ലൈറ്റ് ട്രാവൽ ഫാസ്റ്റർ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? വാട്ടറാണ്. കാരണം വാട്ടറിനാണ് ഏറ്റവും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പം ലൈറ്റിൻ്റെ സ്പീഡ്, അതിലൂടെയുള്ള സ്പീഡ് കൂടുന്നു. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അടുത്ത, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ്റെ ചാപ്റ്റർ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതാണ്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഓടിച്ചെങ്കിലും ഒന്ന് കാണുക. അപ്പം എന്തായാലും അത് കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു ചാപ്റ്റർ റിലേറ്റഡ് എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നോട്ട്സ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വിൽ എ റേ ഓഫ് ദി ലൈറ്റ് എൻ്ററിങ് ഒബ്ലിക്വലി ഫ്രം സൺഫ്ലവർ ഓയിൽ ടു ഗ്ലിസറിൻ അണ്ടർഗോ എ. നോക്കി, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്, ഒരു ലൈറ്റ് റേ നമ്മൾ പാസ് ചെയ്യുകയാണ്. എവിടെ കൂടെ? സൺഫ്ലവർ ഓയിലിൽ നിന്നും ഗ്ലിസറിലേക്ക്. ഇവിടെ 2 മീഡിയം തന്നതിനകത്തുണ്ട്, ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലും. ഈ 2 മീഡിയം ഇതിനകത്തുണ്ട്. അപ്പം ഇതിൽ നിന്നും സൺഫ്ലവർ ഓയിലിൽ നിന്നും ഗ്ലിസറിനിലേക്ക് നമ്മൾ ലൈറ്റ് കടത്തി വിടുമ്പം അവിടെ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇവരുടെ 2 പേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. 1.47 ആണ് 2 പേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. ഡസ് നോട്ട് ഹാപ്പൻ, ഒന്നും സംഭവിക്കത്തില്ല. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ബോത്ത് ദി ലിക്വിഡ്സ് ആർ ദി സെയിം. ആ ലിക്വിഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ഷോർട്ടാക്കിയേക്കാണ്. നിങ്ങളത് വായിക്കുമ്പോൾ ഫുള്ളായിട്ട് വായിക്കണം. അപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അണ്ടർഗോ എ ഡീവിയേഷൻ സംഭവിക്കുമെന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഡീവിയേഷൻ സംഭവിക്കത്തില്ല, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡീവിയേഷൻ സംഭവിക്കത്തില്ല. കാരണം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ മോഡലാണ്. ഇതുകൂട്ട് വേറെ വല്ലതും വന്നിട്ട് ചോദിക്കാം. അവിടെ ഡീവിയേഷൻ സംഭവിക്കണമെങ്കിൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തപ്പെട്ടിരിക്കണം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ്
down two examples each for inertia of motion and inertia of rest. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റിനും നമ്മൾ 2 എക്സാമ്പിൾസ് പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് അറിയായിരിക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ, എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നാണ്. അപ്പം നിങ്ങളുടെ ലോസ് ഓഫ് മോഷനിലെ 3ാമത്തെ ചാപ്റ്റർ, അതിലാണ് ഇനേർഷ്യയെ പറ്റി പറയുന്നത്. ന്യൂട്ടൻ്റെ ലോ ഒക്കെ പറയുന്നില്ലേ അതിൽ. അപ്പോൾ ഇനേർഷ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെസ്റ്റ് തന്നിട്ടുള്ള ഭാഗമാണ്. ഇനേർഷ്യ ഓഫ് എ ബോഡി ഈസ് ദ ടെൻഡൻസി ഓഫ് ദി ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. എന്താണ് പറയുന്നത്? ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഇനേർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു ഏതവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള അതിൻ്റെ ഒരു ടെൻഡൻസി, പ്രവണതയാണ് എന്തെന്ന് പറയുന്നത് ഇനേർഷ്യ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ എഴുതാൻ പറയുമ്പം ഏതെഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോൾ. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പം ഏതവസ്ഥയാണോ അതാണ് എഴുതേണ്ടത്. നിർത്തിയിട്ടേക്കുന്ന സമയത്ത് പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ശരീരം, നമ്മുടെ ബോഡി എന്തെടുക്കും, പുറകോട്ടാണ് പോകാനൊരു ടെൻഡൻസി കാണിക്കുന്നത്. അതിനപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആദ്യം ഏത് പൊസിഷനിലായിരുന്നു, റെസ്റ്റിലായിരുന്നു. അപ്പം അവിടെ നിർത്തിയിട്ടേക്കുന്നൊരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലെ യാത്രക്കാർക്കുണ്ടാകുന്ന പുറകോട്ടുള്ളൊരു എന്താണ് ആ ഒരു ടെൻഡൻസി, ബോഡിയുടെ ടെൻഡൻസി, പുറകോട്ടായാനുള്ള ബോഡിയുടെ ടെൻഡൻസി അവിടെ എന്താണെന്ന് പറയാൻ എക്സാമ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് കേട്ടോ. കാരണം ബോഡി ആദ്യം റെസ്റ്റിലല്ലായിരുന്നു. അപ്പോൾ അത് ചിന്തിച്ചാൽ മതി. അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്നൊരു ബസ് പെട്ടെന്ന് നിർത്തുമ്പം അതിലെ ആളുകൾക്ക് പെട്ടെന്ന് മുന്നോട്ടൊരു മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസി, നമ്മൾ ബ്രേക്ക് ഓടിക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകത്തില്ലേ, ആ ഒരു ടെൻഡൻസിക്ക് കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് മോഷനാണ്. മോഷനിൽ തന്നെ തുടരാനാണ് ബോഡി ആഗ്രഹിക്കുന്നത്. ടെൻഡൻസി ഓഫ് ദി ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ്. അത് റെസ്റ്റ് ആവാം, മോഷൻ ആവാം. അപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ ആദ്യ സ്റ്റേറ്റ് ആയിരുന്നു, ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ്. അപ്പോൾ അവിടെ മോഷൻ ലോ ഓഫ് ഇനേർഷ്യ ഓഫ് മോഷനാണ് എക്സാമ്പിൾ. ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് 2 എക്സാമ്പിൾ നോക്കി. പാസഞ്ചേഴ്സ് ടെൻഡ് ടു ഫോൾ ബാക്ക്വേർഡ് വെൻ എ ബസ് സഡൻലി സ്റ്റാർട്ട്സ് ഫോർവേഡ്. പെട്ടെന്നൊരു ബസ് മുന്നോട്ടെടുക്കുമ്പം അതിലിരിക്കുന്ന യാത്രക്കാർ പുറകോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിളാണ്. വെൻ ദി ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ ഈസ് ഷേക്കൺ മാംഗോസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ്. എന്താണ്? മാംഗോ, ഒരു മാവിൻ്റെ കൊമ്പ് നമ്മൾ കുലുക്കുമ്പം എന്ത് സംഭവിക്കും? ആ ഒരു മാങ്ങ താഴെ വീഴുന്നതും ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിളാണ്. ഇനേർഷ്യ ഓഫ് മോഷൻ 2 എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. എ പേഴ്സൺ ജമ്പിങ് ഫ്രം എ റണ്ണിങ് വെഹിക്കിൾ റൺസ് ഫോർവേഡ് ഫോർ സം ഡിസ്റ്റൻസ്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ചാടി ഇറങ്ങുമ്പം, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നോ ഏതെങ്കിലും വണ്ടിയിൽ നിന്നാണ് ഇറങ്ങുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കും? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അയാൾ കുറച്ച് ദൂരം ചാടി ഇറങ്ങിയിട്ട് അതേ ഡയറക്ഷൻ തന്നെ ഓടും, വണ്ടിയുടെ കൂടെ തന്നെ ഓടും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇനേർഷ്യ ഓഫ് മോഷൻ. അല്ലെങ്കിൽ എന്തെടുക്കും? ഓടാതെ ഒറ്റയടിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ വീഴും. കാരണം അയാൾ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ബോഡി മൂവ് ചെയ്യാൻ തന്നെ ഒരു ടെൻഡൻസി കാണിക്കുകയും അതിന് അപകട സാധ്യത ഉണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് ദൂരം ഓടുന്നത്. എ പേഴ്സൺ റൺസ് എ ലോങ് ഡിസ്റ്റൻസ് ബിഫോർ മേക്കിംഗ് എ ലോങ് ജമ്പ്. ലോങ് ജമ്പ് ചാടാൻ പോകുന്നൊരു വ്യക്തിയും കുറേ ദൂരം ഓടിയിട്ടാണ് പോയി അതിൽ ചാടാൻ നോക്കുന്നത്. അതിൻ്റെയും കാരണം എന്താണ്? ഇവിടെ ഇനേർഷ്യ ഓഫ് മോഷനാണ് കേട്ടോ. ഇത് രണ്ടും എക്സാമ്പിൾ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുമാണ്. അപ്പോൾ ഇത് തിരിയാതെ തന്നെ പഠിക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് ഓഫ് 400 Newton അപ്ലൈഡ് ഇൻ വൺ ഡയറക്ഷൻ on an object, another force of 350 Newton force is applied on the same object in the same direction. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഒബ്ജക്റ്റിൽ 400 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്തു. അതേ ഡയറക്ഷനിലേക്ക് 350 ന്യൂട്ടൺ ഫോഴ്സ് കൂടെ വേറൊരു ഫോഴ്സ് കൂടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ചോദിച്ചേക്കുക, വാട്ട് ഈസ് ദി എഫക്റ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ്. എങ്കിൽ അതിൽ അനുഭവപ്പെട്ട എഫക്റ്റീവ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന ഫോഴ്സുകൾ രണ്ടും ഒരേ ഡയറക്ഷനിൽ ഒരേ ഒബ്ജക്റ്റിൽ 2 വ്യത്യസ്ത ഫോഴ്സുകൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 2 വ്യത്യസ്ത ഫോഴ്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ എഫക്റ്റീവ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൂടെ കൂട്ടുക. 400 + 350 ടോട്ടൽ 750 ന്യൂട്ടണാണ് ഇവിടുത്തെ ആൻസർ. അടുത്തത്, ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഫോഴ്സ് ഓർ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഇത് ബാലൻസ്ഡ് ഫോഴ്സ് ആണോ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. 400ഉം 350 അല്ലേ ഫോഴ്സുകൾ. അപ്പം വ്യത്യസ്ത ഫോഴ്സുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സാണ്
ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ കോക്കനട്ട് ഫ്രം എ കോക്കനട്ട് ട്രീ ഫാൾസ് ഇൻ ടു ദി ലൂസ് സോയിൽ ഓഫ് എ ഫീൽഡ് എ പിറ്റ് ഈസ് ഫോംഡ് ഇൻ ദ സോയിൽ. എന്താണ് പറയുന്നത്? ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ ഒരു മണ്ണിലേക്ക് വീണ്, അറിയാമല്ലോ നല്ല രീതിയിൽ വീഴുമ്പോൾ മേളിൽ നിന്ന് സാധനം താഴെ വീഴുമ്പോഴും കുറച്ച് ഹൈറ്റ് നിൽക്കുന്ന സാധനമല്ലേ തേങ്ങ. അപ്പം വീഴുമ്പോൾ എന്തെടുക്കും? ആ മണ്ണിൽ കുറച്ച് മണ്ണൊന്ന് താന്ന് അതിൻ്റെ ആ ഒരു അവിടെ പതിഞ്ഞ് നിൽക്കത്തില്ലേ മണ്ണിൽ. അപ്പം അതാണ് പറഞ്ഞേക്കുന്നത്. വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കോക്കനട്ട് ഇൻ മോഷൻ ഇൻ ദ റീസൺ ബിഹൈൻഡ് ദിസ്. എങ്കിൽ ഇവിടെ തന്നേക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആ തേങ്ങ താഴെ വീണപ്പം ആ മണ്ണിൽ കുറച്ച് ഒരു കുഴി പോലെ പതിയത്തില്ലേ, നമുക്കറിയാവുന്ന കാര്യമില്ലയോ. അപ്പോൾ അതിന് കാരണം അവിടെ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് കാരണം ഫിസിക്സ് പരമായിട്ട് മൊമെൻ്റം ആണ്. എന്താണ് മൊമെൻ്റം? ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദീസ് ഫീച്ചേഴ്സ് ഡിപ്പെൻഡ് ഓൺ. ഈ മൊമെൻ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേറെ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മാസും വെലോസിറ്റിയും. അപ്പോൾ മൊമെൻ്റത്തിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? പി ഈസ് ഈക്വൽ ടു മൊമെൻ്റം പി ഈസ് ഈക്വൽ ടു എം വി ആണ്. എം മാസ്, ബി വെലോസിറ്റി. അപ്പം തേങ്ങ താഴേക്ക് വീഴാൻ നേരത്ത് അവിടെ ആ കുറച്ച് താഴേക്ക് വീണ് ആ മണ്ണിൽ കുറച്ച് കുഴി ഒരു ചെറിയ ഒരു പാട് മാതിരി കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊമെൻ്റമാണ്. മൊമെൻ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസും വെലോസിറ്റിയും. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി റീസൺ വൈ എ ഷിപ്പ് വെയ്റ്റിംഗ് ടൺസ് ഓഫ് അയൺ floats in sea water even through a very light iron rod sinks in the water. നമ്മൾ ഒരു കുഞ്ഞു കഷ്ണം ഇരുമ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൊടുക്കും, താന്നു പോകും, നമുക്കറിയാം. പക്ഷേ ടൺ കണക്കിന് ഒരു ഇരുമ്പിൻ്റെ ഭാരമുള്ള കപ്പൽ വെള്ളത്തിൽ എന്തെടുക്കുന്നു? പൊങ്ങിക്കിടക്കുന്നു. ഒരു കഷ്ണം ഇരുമ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ താന്നു പോവുകയും, പക്ഷേ ടൺ കണക്കിന് ഇരുമ്പിൻ്റെ ഭാരമുള്ള കപ്പലൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കപ്പൽ, വള്ളം ഇതെല്ലാം പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൻ്റെ ആൻസർ, ദ ഷിപ്പ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ഹോളോ ഇൻറ്റീരിയർ, ഹെൻസ് ദി ഷിപ്പ് എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ബോയൻ്റ് ഫോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഷിപ്പ് പണിഞ്ഞേക്കുന്ന ആ ഒരു ടെക്നിക്ക് എന്തിൻ്റെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളോ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ പൊള്ളയായ ഒരു ഇൻറ്റീരിയർ വെച്ചിട്ടാണ്, ആ ഒരു രീതിയിലാണ് ഷിപ്പ് പണിഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഷിപ്പിന് അതുകൊണ്ട് തന്നെ എന്തെടുക്കും? ബോയൻ്റ് ഫോഴ്സ്. ഷിപ്പിൻ്റെ ബോയൻ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിലായിരിക്കും, കൂടുതലായിരിക്കും, ഗ്രേറ്റർ ബോയൻ്റ് ഫോഴ്സ്. അതുകൊണ്ടാണ് ഷിപ്പ് പൊങ്ങിക്കിടക്കുകയും കുഞ്ഞൊരയൺ ഇട്ടപ്പോൾ തന്നെ അത് താന്നു പോവുകയും ചെയ്തത്. എന്തായാലും ആ ഒരു കഷ്ണം ഇരുമ്പിനെക്കാട്ടി ഭാരക്കൂടുതൽ ഷിപ്പിന് തന്നെയാണ്. ടൺ കണക്കിന് ഇരുമ്പിൻ്റെ വെയിറ്റ് ഉണ്ട് ഒരു ഷിപ്പിന്. എന്നിട്ട് അത് പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിപ്പ് പണിഞ്ഞേക്കുന്ന ഹോളോ ഇൻറ്റീരിയർ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിന് ബോയൻ്റ് ഫോഴ്സ് കൂടുതലായിരിക്കും. 11ാമത്തെ ക്വസ്റ്റ്യൻ, എന്തോ ഒരു എററുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പം നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല. സി ഇവിടെ പറഞ്ഞേക്കുന്നത്, ഡിഫൈൻ ദി ഫിനോമിന ഓഫ് ലൈറ്റ് ദാറ്റ് യു ഹാവ് ഡിപ്പിക്കേറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന ഫിനോമിന എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ തരാൻ ഉദ്ദേശിച്ചത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ, വെൻ എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ആൻ optically denser medium to a rarer medium, and if the angle of incidence is greater than the critical angle, then the ray is completely reflected back into the optical denser medium without undergoing refraction. എന്താണ് പറയുന്നത്? ഒരു ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുന്ന സിറ്റുവേഷനിൽ, എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടി കൂടുന്ന സിറ്റുവേഷനിൽ എന്താണ്, ആ ഒരു റേ തിരിച്ച് ആ ഡെൻസർ മീഡിയത്തിൽ നിന്നും പോയ ആ ഒരു മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പം ഏത് മീഡിയത്തിൽ നിന്നാണോ പോയത് ആ ഒരു മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. അതിനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്, ആ ചാപ്റ്ററിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഡയമണ്ടിൻ്റെ തിളക്കത്തിനൊക്കെ കാരണം അതാണ്. എൻഡോസ്കോപ്പി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ടു ബി ഡൺ അഗെയിൻസ്റ്റ് ദി എർത്ത്സ് ഗ്രാവിറ്റി ടു റേസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 5 കിലോഗ്രാം ടു എ ഹൈറ്റ് ഓഫ് 3 മീറ്റർ. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ വർക്ക് കാണണം. പിന്നെ എടുത്ത് പറയുന്നുണ്ട്, എർത്ത് ഗ്രാവിറ്റിക്ക് എതിരെ ചെയ്ത
വർക്കാണ്. എന്ത് വർക്കാണ് ചെയ്തത്? ഒരു ഒബ്ജക്റ്റ് എടുത്ത് പൊക്കുകയാണ്. എത്ര കിലോഗ്രാം മാസാണ്? 5 കിലോഗ്രാം മാസും 3 മീറ്റർ ഹൈറ്റിലുമാണ് അത് പൊക്കിയേക്കുന്നത് എങ്കിൽ അവിടുത്തെ വർക്ക്. അപ്പം ഗ്രാവിറ്റിക്കെതിരെ ചെയ്യുന്ന വർക്ക് കാണാൻ ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. W=mgh ആണ്. അല്ലാത്ത വർക്ക് കാണുന്ന ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം കാണാത്തവർ വർക്ക് എനർജി ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പം നോക്കിയേ, ഇപ്പോൾ മാസ് എന്ന് പറയുന്നത് 5 ഇൻറ്റു ജി എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം. 5 ഇൻറ്റു 10 ഇൻറ്റു 3 മീറ്ററാണ് ഉയർത്തിയേക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഇവിടെ 3 ആണ്. 5 ഇൻറ്റു 10 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 150 ആൻസർ കിട്ടും. 150 എഴുതരുത്, അതിൻ്റെ യൂണിറ്റ് കൂടെ എഴുതണം. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. 150 ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി പിക്ചർ ആൻഡ് ടേബിൾ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് താഴത്ത് നിൽക്കുന്ന ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് ലിക്വിഡുകളും അതിൻ്റെ ഡെൻസിറ്റിയാണ് തന്നേക്കുന്നത്. പിന്നെ അവിടെ തന്നേക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഓരോ ലിക്വിഡിലും അതിൽ ആ ഒരു വസ്തു കാണിക്കുന്ന വെയ്റ്റുമാണ് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. വെൻ ദ സ്ലോട്ടഡ് വെയ്റ്റ് ആർ ലോവർഡ് ഇൻ ടു ദ ലിക്വിഡ്സ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഇറ്റ്സ് വെയ്റ്റ് ഫെൽറ്റ് മോർ. ഏത് ലിക്വിഡിലായിരിക്കും ആ വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതിലായിരിക്കും? വാട്ടറിൽ. വാട്ടറിൽ. പിന്നെ ചോദിച്ചേക്കുന്നത്, ഇൻ വിച്ച് ലിക്വിഡ് ഈസ് ഇറ്റ്സ് വെയ്റ്റ് ഫെൽറ്റ് ലീസ്റ്റ്. ഏതായിരിക്കും? ഗ്ലിസറിനും ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ വെയിറ്റ് അനുഭവപ്പെട്ടത് വാട്ടറാണ്, ഏറ്റവും കുറവ് വെയിറ്റ് അനുഭവപ്പെട്ടത് ഗ്ലിസറിനുമാണ്. പിന്നെന്താണ് സി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി റീസൺ ഫോർ എക്സ്പീരിയൻസിങ് ഡിഫറെൻറ്റ് വെയിറ്റ് ഇൻ ഡിഫറെൻറ്റ് ലിക്വിഡ്. എന്തുകൊണ്ടാണ് ഈ പല ലിക്വിഡിലും പല വെയിറ്റ് അനുഭവപ്പെടാൻ കാരണം? ഒരേ വസ്തുവിന് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡെൻസിറ്റിക്കുള്ള വ്യത്യാസം കൊണ്ടാണ്. ദ ഡിഫറൻസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്സ്. ഓക്കെ അല്ലേ? 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ കുറേ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഒക്കേഷൻസ് ഇൻ വിച്ച് വർക്ക് ഈസ് ഡൺ, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ 4 സിറ്റുവേഷനിൽ ഏതൊക്കെയായിരിക്കും വർക്ക് നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സെയിം സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരു മാറ്റവും ഇല്ല. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇത്രയും സിറ്റുവേഷൻസ് കാണിച്ചിട്ടാണ്. നോക്കിയേ, എയിലും സിയിലും ആണ് വർക്ക് നടന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം എന്താണ്? ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു കാണും, നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? വർക്ക് നടക്കണമെങ്കിൽ നമ്മൾ കൊടുത്ത അതേ ഡയറക്ഷനിൽ എന്തോ നടക്കണം? ഡിസ്പ്ലേസ്മെൻറ്റ് ആ വസ്തുവിന് ഉണ്ടാവണം. എ ആൻഡ് സി അണ്ടർഗോ ഡിസ്പ്ലേസ്മെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ വർക്ക് നടന്നിട്ടുള്ളത് എയിലും സിയിലുമാണ് ഫിഗർ. ബി ആൻഡ് ഡി ഡു നോട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഒക്കേഷൻസ് ഇൻ വിച്ച് വർക്ക് ഹാസ് നോട്ട് ബീൻ ഡൺ, ജസ്റ്റിഫൈ ദി ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഏതൊക്കെയായിരിക്കും? ബിയും ഡിയും ആയിരിക്കും. കാരണം ഇവിടെ ബിയിൽ നമ്മൾ ആ കുട്ടി റോക്ക് തള്ളുന്നുണ്ട്, പക്ഷെ അവിടെ അതിനൊരു കുലുക്കോ സംഭവിക്കുന്നില്ല, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഡിയിൽ അയാൾ അവിടെ സാധനം തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ അല്ലാതെ ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അവിടെയും വർക്ക് നടന്നിട്ടില്ല. സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വർക്ക്. വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുന്നത്, ആ ഇക്വേഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഹൗ ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് വർക്ക് കാണുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. വർക്ക് നേരത്തെ നമ്മൾ പഠിച്ചു. വർക്ക് ഗ്രാവിറ്റിക്കെതിരെയാണെങ്കിൽ mgh എന്നുള്ള ഇക്വേഷൻ ഇടുക. ഇവിടെ വർക്ക് കാണുന്ന ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ഡയറക്റ്റായിട്ട് ചോദിച്ചേക്കുവാണ്, എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഒരു സബ്സ്റ്റൻസിൻ്റെ? ദ റേഷ്യോ ഓഫ് ദി ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ദി റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് പറയുന്നത്? വസ്തുവിൻ്റെ ഒരു സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ. ഏതാണ്? ഹൈഡ്രോമീറ്റർ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഷുവറായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നോക്കി, ഹൈഡ്രോമീറ്ററാണ് റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. സി ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ദിസ് ഡിവൈസ് വർക്ക്. എന്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിവൈസ് ഹൈഡ്രോമീറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ്
ഈസ് ദി റിലേറ്റീവ് ഡെൻസിറ്റി. ഇവിടെ കുറേ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ തന്നേക്കുന്ന ആദ്യത്തെ ഓപ്ഷനാണ് 0.810. അതാണ് ഇവിടുത്തെ റിലേറ്റീവ് ഡെൻസിറ്റി. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ബാക്കിയെല്ലാം തന്നേക്കുന്നതിൽ യൂണിറ്റ് ഉണ്ട്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 920 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അങ്ങനെ യൂണിറ്റോട് കൂടിയാണ് തന്നേക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അറിയാവുന്നവർക്ക് സിമ്പിളാണ്. യൂണിറ്റ് ഇല്ല റിലേറ്റീവ് ഡെൻസിറ്റി കാണുന്നതിന്, യൂണിറ്റ് ഇല്ല റിലേറ്റീവ് ഡെൻസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്? ഡയറക്റ്റായിട്ട് ചോദിച്ചേക്കുക മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ബൈ ദി പ്ലാനറ്റ് ഓൺ വിച്ച് ദ ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതാണ് എന്ത്? വെയിറ്റ്. ബി ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ടു മെഷർ ഈച്ച് ഓഫ് ദീസ്? ഈ രണ്ടും മാസും വെയിറ്റും അളക്കുന്ന ഉപകരണങ്ങൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. മാസ് അളക്കുന്നത് കോമൺ ത്രാസും വെയിറ്റ് അളക്കുന്നത് സ്പ്രിംഗ് ബാലൻസും ആണ്. അപ്പം രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. മാസ് ആകുമ്പോൾ കോമൺ ബാലൻസും, വെയിറ്റ് ആണ് സ്പ്രിംഗ് ബാലൻസും നമ്മൾ അളക്കുന്നത്. അടുത്ത സി ക്വസ്റ്റ്യൻ, വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ബ്രോട്ട് ടു ദി മൂൺ വിൽ ഇറ്റ് മാസ് ആൻഡ് വെയിറ്റ് ബി ഡിഫറെൻറ്റ്? എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ മൂണിൽ കൊണ്ടുപോയി, അപ്പോൾ അതിൻ്റെ മാസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും വ്യത്യസ്തപ്പെടുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് പഠിച്ചിട്ടുണ്ട് മാസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, മൂണിൽ സെയിം ആയിരിക്കും, എവിടെയും മാസ് സെയിം ആയിരിക്കും. അതങ്ങ് പഠിക്കുക. മാസ് റിമൈൻസ് ദ സെയിം ഓൺ ദി മൂൺ ബട്ട് വെയിറ്റ് ഡിക്രീസസ്. വെയിറ്റിന് വ്യത്യാസം ഉണ്ടാവും. വെയിറ്റ് ഇവിടെ മൂണിൽ പോകുമ്പം കുറയുകയാണ് ആ വസ്തുവിന് ഉണ്ടാകുന്നത്. പക്ഷേ മാസിന് വ്യത്യാസം ഉണ്ടാകില്ല. നമ്മുടെ ആയാലും അങ്ങനെ തന്നെ. ഏതൊരു വസ്തുവിൻ്റെ മാസ് സെയിം ആയിരിക്കും എപ്പോഴും, പക്ഷേ വെയിറ്റ് വ്യത്യസ്തപ്പെട്ടിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഒബ്സർവിങ് ദി പിക്ചർ ദെൻ റൈറ്റ് ഡൗൺ ദി സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ഈസ് നെഗറ്റീവ്. നോക്കുക, നെഗറ്റീവ് വർക്ക് നടക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ തന്നേക്കുന്ന കോളം ആദ്യം ഫില്ല് ചെയ്യണം. ഇവിടെ ആ ഒരു കുട്ടി അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഓരോ ഡയറക്ഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കോളം ഫില്ല് ചെയ്യുക. നോക്കി, ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി ചൈൽഡ്. ആ കുട്ടി എന്ത് കൊടുക്കുക? പി ആണ് ആ സെൻറ്ററാക്കി നമ്മൾ കണക്കാക്കിയിട്ട് ആ കുട്ടി ഫോഴ്സ് കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ആ കുട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ് ആ ബോക്സ്. അപ്പം പിയിൽ നിന്നും ഡിയിലേക്കാണ് ഡയറക്ഷൻ. അടുത്ത ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ എപ്പോഴും താഴോട്ടാണ്. അപ്പം ഇവിടെ വരുന്നത് എ ടു പി ആണ്. മുകളിൽ നിന്ന് താഴോട്ടാണ് ഗ്രാവിറ്റേഷൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആരും തലതിരിച്ച് എഴുതി വെക്കരുത്. സിയിലോട്ട് പോകരുത്, എയിൽ നിന്നും പിയിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ നടക്കുന്നത്. ഫ്രിക്ഷൻ നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത്, ഇപ്പോൾ ഇങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കുന്നതെങ്കിൽ ഫ്രിക്ഷൻ അങ്ങോട്ട്, ആ രീതിയിലാണ് ഫ്രിക്ഷൻ്റെ കാര്യം. അപ്പോൾ ഫ്രിക്ഷൻ ഇവിടെ പി ടു ബി ആയിരിക്കും, പിയിൽ നിന്നും ബിയിലേക്കായിരിക്കും. അടുത്ത ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി ടേബിൾ ഓൺ ദി ബോക്സിൽ ടേബിൾ കൊടുത്തേക്കുന്ന ആ ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് സി ടു പി ആണ്. സിയിൽ നിന്നും പിയിലേക്ക് മുകളിലേക്കാണ് അവിടെ ടേബിൾ ആ ബോക്സിലൊരു ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്ക് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? പി ടു ബി ആണ്. ഫ്രിക്ഷനാണ് ഇവിടുത്തെ നെഗറ്റീവ് വർക്ക്. കാരണം നമ്മൾ എങ്ങോട്ടാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്ക് ഓപ്പോസിറ്റ് നെഗറ്റീവ്, അങ്ങനെ ആലോചിച്ചാൽ മതി. നെഗറ്റീവ് വർക്ക് ഫ്രിക്ഷൻ ആയിരിക്കും. എവിടെ ഫ്രിക്ഷൻ്റെ കാര്യം പറഞ്ഞാലും അവിടെ അത് നെഗറ്റീവ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ആ എക്സാമിന് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ആയിട്ട് പോവുക. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.